ഡേയ് സുഗതൻ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിട്ടുള്ള സുഗതൻ, ഈ സുഗതനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാതായ അവസാനം സ്വാഹയായ അവസ്ഥയാണ് കമ്മിയൊക്കെ കൊങ്ങിയൊക്കെ പറ്റിയതെന്ന് പറയുന്നത്. അവസാനം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് എല്ലാവരും കണ്ടൊരു കാഴ്ച തന്നെയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തലയ്ക്ക് കൈവച്ച് പോകുന്ന അവസ്ഥയിലോട്ട് മേയർ രാജേഷ് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇതുകൊണ്ടും തീരുന്നില്ല, ഇപ്പോഴും ശബരിനാഥിന് കാര്യങ്ങൾ അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അതായത് ഇപ്പോഴും ശബരിനാഥിന് എങ്ങനെയെങ്കിലും സുഗതനെ പിടിച്ച് താഴെ ഇറക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ശബരിനാഥൻ. തന്റെ ഫേസ്ബുക്ക് പേജിലിട്ട ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. കാപ്പ കേസിൽ വിയ്യൂർ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ സുഗതന് നിയമവിരുദ്ധമായി അവധി നൽകാമെന്ന വ്യാഖ്യാനമുള്ള ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ റദ്ദാക്കി. ഈ നിയമവിരുദ്ധ നടപടിയെ സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയിരുന്നു. വിഷയത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുത്ത മന്ത്രി ശ്രീ KM ഷാജിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. കേരളം UDF ഭരിക്കുമ്പോൾ വഴിവിട്ട തരത്തിലുള്ള സവിശേഷ സഹായവും ലഭിക്കുമെന്ന് തെല്ലും കരുതേണ്ട. അന്തിമ വിജയം നേടും വരെ ഈ പോരാട്ടം തുടരും. അല്ല ശബരിനാഥ, അന്തിമ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് ഈ പറയുന്ന സുഗതനെ പിടിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ സുഗതനെ രാജിവെപ്പിച്ചിട്ട് ഈ പറയുന്ന മേയർ VV രാജേഷിനെ ആ കസേരയിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് ആ കസേരയിൽ കയറി ഇരിക്കുക എന്നാണോ നിങ്ങളുടെ ആ ഒരു അന്തിമ വിജയം എന്നുള്ള ആ ഒരു തരത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്? സത്യം പറയാമല്ലോ, നിങ്ങൾ ഇപ്പോഴും വല്ല സ്വപ്ന ലോകത്താണോ ജീവിക്കുന്നത്? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങളെ കൊണ്ട് ഇനി എന്ത് കാര്യം ചെയ്താലും അവിടെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഈ സുഗതൻ വിഷയമൊക്കെ തന്നെ BJP വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ആ ഒരു കൗൺസിൽ യോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു കാര്യം. കാരണം അവർക്ക് കറക്റ്റായിട്ട് അറിയാം അവിടെ സുഗതൻ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല, BJPക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. BJPയെ താഴെ ഇറക്കാനായിട്ട് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നടക്കത്തില്ല എന്നുള്ളത് VV രാജേഷിനെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ തെളിയിച്ച കാര്യമാണ്. അതിനും പുറമെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനെ അല്ലേ അവരുടെ പക്ഷത്തേക്ക് ചേർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയെന്നോ? നിങ്ങളെ കൂട്ടത്തിൽ ഒപ്പം നിന്ന ഒരു വ്യക്തി മറുകണ്ടം ചാടി വോട്ട് ചെയ്യുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിയിട്ട് പോലും നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങളുടെ ഒരു കിടപ്പോശം മനസ്സിലായിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും എന്തോ അങ്ങ് എന്താ പറയുക മലമറിച്ച് കളയാമെന്നുള്ള ഒരു ചിന്തയിലാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളാണ് സ്വയം കുഴി തോണ്ടി ആ കുഴിയിലേക്ക് വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുന്നത് എന്നുള്ള സത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അല്ലെങ്കിൽ കൂടെയുള്ള പലരും മറുകണ്ഠം ചാടി അപ്പുറത്തോട്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വരും ദിനങ്ങളിൽ മാറുമെന്നുള്ള പച്ചയായ സത്യം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇനിയെങ്കിലും ഉള്ള ആ ഒരു ബോധം കാണിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ഈ സുഗതനെ പിടിച്ച് താഴെ ഇറക്കണം, VV രാജേഷിനെ പിടിച്ച് താഴെ ഇറക്കണം, ഈ പറയുന്ന തോതിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം എന്നുള്ള രീതിയിലാണ്. ഈ സുഗതൻ എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്. അയാളെ വിജയിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളാണ്, അല്ലാതെ ഓട് പൊളിച്ച് വന്ന കൗൺസിലറായിട്ട് അവിടെ വന്നിരിക്കുന്ന വ്യക്തിയൊന്നല്ല ഈ സുഗതൻ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് മേയർ VV രാജേഷും BJP ഭരണം എന്ന് പറയുന്നത്. അവരാരെയും ഈ പറയുന്ന രീതി ഓട് പൊളിച്ച് വന്ന് അവിടെ ഭരണം നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് അവിടെ കയറി ഇരിക്കുന്നതൊന്നും അല്ലല്ലോ. ജനങ്ങൾ നൽകിയ വിധി എന്താണെന്നുള്ളത് അംഗീകരിച്ച് നല്ലൊരു പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം കണ്ട പൊറാട്ട് നാടകങ്ങളൊക്കെ തന്നെ കാണിച്ച് കൂട്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ അലങ്കോലപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്ന നിങ്ങളുടെ ഈ ഒരു തരത്തിലുള്ള ചിന്താഗതിയും പ്രവൃത്തികളുമാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രതിപക്ഷമാവാനെങ്കിലും നോക്കുക. അല്ലെങ്കിൽ ഉള്ള സ്ഥാനം തന്നെ തലകീഴായി മറിയുന്ന തരത്തിലോട്ട് ഉള്ള കൂട്ടത്തിലുള്ളവർ തന്നെ അപ്പുറത്തോട്ട് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് പിന്നെ ഒരു കാര്യമില്ല എന്നുള്ളത് ഓർക്കുക എപ്പോഴെങ്കിലും.